ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് പ്രതിഭ ക്വിസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവയാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ വേദി എവിടെയാണ്? ഉത്തരം ആലപ്പുഴയാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ വേദി. സുനിത വില്യംസിനെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിനെയും മടക്കി കൊണ്ടുവരുന്നതിന് സ്പേസ് എക്സ് വിക്ഷേപിച്ച പേടകം ഏതാണ്? ഉത്തരം ക്രൂ9 എന്ന പേടകമാണ് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും മടക്കി കൊണ്ടുവരാൻ സ്പേസ് എക്സ് വിക്ഷേപിച്ച പേടകം. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഇന്ത്യയിലാകെ 6 ക്ലാസിക്കൽ ഭാഷകളാണ് ഉള്ളത്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഭൂമിശാസ്ത്ര രേഖയായ ഉത്തരായന രേഖ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്? ഉത്തരം 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഭൂമിശാസ്ത്ര രേഖയായ ഉത്തരായന രേഖ ഇന്ത്യയിൽ കടന്നുപോകുന്നത്. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് ആരാണ്? ഉത്തരം മിഥുൻ ചക്രവർത്തിയാണ് ഈ വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത്. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. 2024 ഒക്ടോബറിൽ നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത് ആരാണ്? ഉത്തരം മാർക്ക് റൂട്ടെയാണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ. കേന്ദ്ര സർക്കാരുടെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? ഉത്തരം കടലുണ്ടി കുമരകം പഞ്ചായത്തുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായത്. സൂപ്പർ ഫോളോസ് എന്ന ഫീച്ചറിന് തുടക്കം കുറിച്ചത് ഏത് സോഷ്യൽ മീഡിയ ആപ്പാണ്? ഉത്തരം ട്വിറ്റർ ആണ് സൂപ്പർ ഫോളോസ് എന്ന ഫീച്ചറിന് തുടക്കം കുറിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താണ്? ഉത്തരം എന്റെ കേരളം എന്നും സുന്ദരം എന്നാണ് ക്യാമ്പയിന്റെ പേര്. സംസ്ഥാന ഗജദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 4 സംസ്ഥാന ഗജദിനമായി ആചരിക്കുന്നത്. ഗവേഷകർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ഏതാണ്? ഉത്തരം MAL ആണ് ഗവേഷകർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ്. 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ഏത് രാജ്യമാണ്? ഉത്തരം ഇന്ത്യയാണ് 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയത്. 16 വയസ്സിൽ താഴെയുള്ളവരുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ ടീൻ അക്കൗണ്ട് എന്ന പേരിൽ പുതിയ ഫീച്ചർ നടപ്പിലാക്കിയത് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്? ഉത്തരം ഇൻസ്റ്റഗ്രാം ആണ് ടീൻ അക്കൗണ്ട് എന്ന പേരിൽ പുതിയ ഫീച്ചർ നടപ്പിലാക്കിയത്. അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്നത്. 2024 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയാകുന്നത് എവിടെയാണ്? ഉത്തരം UAE. ക്ഷീരമേഖലയുടെ പുരോഗതിക്കായി കേന്ദ്രം തുടങ്ങിയ പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം ധവള വിപ്ലവം 2.0 ആണ് ക്ഷീരമേഖലയുടെ പുരോഗതിക്കായി കേന്ദ്രം തുടങ്ങിയ പുതിയ പദ്ധതി. സൂര്യകാന്തി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പിന്റെ പുസ്തകമാണ് സൂര്യകാന്തി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശൂർ ജില്ലയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്?
ഉത്തരം കോട്ടയത്താണ് കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത്. രാജ്യസഭ അംഗമാകാനുള്ള ചുരുങ്ങിയ പ്രായപരിധി എത്രയാണ്? ഉത്തരം 30 വയസ്സാണ് രാജ്യസഭ അംഗമാകാനുള്ള ചുരുങ്ങിയ പ്രായപരിധി. ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം കടലുണ്ടി വന്യജീവി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് അറിയപ്പെടുന്നത്. കേരള പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയുടെ പേരെന്താണ്? ഉത്തരം കൺട്രോൾമെന്റ് ഹൗസ് എന്നാണ് കേരള പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയുടെ പേര്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.